നമസ്കാരം, അസ്സലാമു അലൈക്കും. ഇന്ന് 1 ജൂലൈ 2025. എൻ്റെ പ്രധാനമന്ത്രിക്കോ സുരേഷ് ഗോപി സാറിനും ഇന്ന് രാത്രി മകൻ്റെ പെരയിലേക്ക് പോവാണ്. കടത്തം അവിടെയാണ്. എനിക്ക് പേടിച്ചിട്ടൊന്നല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. എന്ന് പറയുന്നത് കുറച്ച് മുമ്പ് ഒരു ദുഃഖവാർത്ത പറഞ്ഞു. നമ്മളിൽ ഒരാൾ എന്തെങ്കിലും അപകടം പറ്റിയാൽ കൈ കൊട്ടി ചിരിക്കുന്നവൻ മനുഷ്യനല്ല, അവൻ മുസ്ലിമും അല്ല. മനുഷ്യനും അല്ല, മുസ്ലിമും അല്ല. അതായത് ഒരുത്തന അപകടം വരാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇത് ഞാൻ വയനാട്ടിൽ ആ വലിയ ഉരുൾപൊട്ടൽ വന്നപ്പോഴും അവരോട് പുറം പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് പറഞ്ഞു, അവർക്ക് വരാൻ പോകുന്ന അപകടം പറഞ്ഞു, ഇനി നിങ്ങളിങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു. അതുപോലൊരു കാര്യമാണ് ഇന്ന് 1 ജൂലൈ 2025 ലോകരാഷ്ട്രത്തിലുള്ള എല്ലാ ആളുകളോടും പറഞ്ഞു, ഒരു തവണ എൻ്റെ മരുന്ന് അത് നിങ്ങൾക്ക് 500 രൂപക്ക് ഉപയോഗിക്കാം. 500 രൂപക്ക് അളവ് കുറച്ചേ ഉണ്ടാവുള്ളൂ. 500 രൂപക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, മതി. പിന്നെ മതി എന്ന് പറഞ്ഞാൽ ആ സാധനത്തിന് നിങ്ങൾക്ക് ലോകമൊന്നായിട്ട് കിട്ടണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല. അത് ശരിക്ക് ഈ സാധനം 12,500 വേണം. അപ്പോൾ ശരിക്ക് 300 മില്ലി 350 മില്ലിയോളം ഉണ്ടാവും. അത് കുടിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും വേണ്ട. മനസ്സിലായേ? ഇതിന് പോകുന്നത് മലബന്ധം, അതേമാതിരി ആ ഞരമ്പിലുണ്ടാകുന്ന രോഗമുള്ള വെരിക്കോസ്, അതിലുണ്ടാകുന്ന ചില പെണ്ണുങ്ങൾക്ക് മുലയിലുണ്ടാവും. പിന്നെ ചില ആളുകൾക്ക് കാലിൻ്റെ ഉള്ളിലെ മജ്ജ പഴുകും. ചില ആളുകൾക്ക് കാലിൻ്റെ ഇതിൻ്റെയൊക്കെ മുകളിൽ കൂടെ ഞരമ്പ് ഇങ്ങനെ തടിച്ച് ലെവലായിട്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് 5 തവണ വെക്കണം. അതല്ലെങ്കിൽ അതിൻ്റെ സിസ്റ്റത്തിലേക്ക് പോകണം കേട്ടോ. എല്ലാവർക്കും ഒരേ രീതിയിലല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയും, ഈ ഒരു തവണ മരുന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങൾ പൈലറ്റായിട്ട് കാര്യമില്ല, പട്ടാളക്കാരനായിട്ട് കാര്യമില്ല, ഇവിടുത്തെ രാഷ്ട്രപതിയായിട്ട് കാര്യമില്ല, ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് കാര്യമില്ല, സൗദി അറേബ്യൻ്റെ പ്രസിഡൻ്റായിട്ട് കാര്യമില്ല, അവിടുത്തെ സുപ്രീം കോടതിയുടെ ആളായിട്ട് കാര്യമില്ല, പിന്നെ നിങ്ങൾ ഏത് പ്രാർത്ഥന ചൊല്ലിയിട്ടും കാര്യമില്ല, ഏത് നസറാണിയായിട്ടും കാര്യമില്ല, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നത്തന്യാഹുവായിട്ടും കാര്യമില്ല. അത് നിങ്ങൾക്ക് മരണം സംഭവിക്കും. നിങ്ങൾ എത്ര നോട്ടും കെട്ട് കൊടുത്താലും ഇതിന് പ്രതികൂലം ഇല്ല. കാരണം അതങ്ങനെ വരിക. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. പിന്നെ എനിക്കിത് കൈകാര്യം ചെയ്യാൻ ഇവിടുത്തെ ലീഗുകാർ ഫുള്ളായിട്ട് എനിക്കെതിരാണ്. മുഴുവൻ ലീഗുകാരും എനിക്ക് എതിരായിട്ട് നിൽക്കുക. 4 ലീഗുകാരും നുണ പറഞ്ഞാണ്. കാരണം ഞാൻ ഈ കയ്യേറ്റ് ആർക്കും തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ എല്ലാവരെയും കുറ്റക്കാരാക്കണമില്ല. പക്ഷേ കുറ്റം ചെയ്തവരെ വിടാൻ പറ്റില്ല. കാരണം എൻ്റെ വീടടിച്ച് പൊളിച്ചും എൻ്റെ താറാണ്. ഇന്ന് എനിക്ക് വലിയൊരു രേഖ ചെയ്യുന്നത്, വല്ലാത്ത രേഖയാണ്. നമ്മുടെ ആധാർ കാർഡ് കൊടുത്തിട്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയിരുന്നു. നോക്കുമ്പോൾ അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ഞാൻ ഒന്ന് നേർത്തി നോക്കുമ്പോൾ എന്തായാലും എഴുതി വെച്ചിരിക്കുന്നത് വരും. വളരെ സത്യമാണ്. ആ എഴുത്ത് മുഴുവൻ സത്യമാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ രേഖ. അതെന്താണെന്ന് വിചാരിച്ചാൽ എനിക്കത് പ്രദർശിപ്പിക്കാൻ പറ്റും. ഞാനത് പ്രദർശിപ്പിച്ചാൽ ലോകരാജ്യത്തെ മുസ്ലിമിന് മുഴുവൻ നാണക്കെടം. ഇപ്പോൾ നമ്മുടെ പുതിയ യുദ്ധത്തിൽ വിജയിച്ച ആളില്ലേ, പിന്നെ ഇറാൻ, അവർക്കടക്കം നാണക്കേട് ഉണ്ടാക്കുന്നൊരു വിഷയമാണ് ആ സാധനത്തിൽ വന്നില്ല. പറഞ്ഞതിൽ സത്യമാണ്. എന്താ ഇങ്ങനെ വരാൻ കാരണം? മുസ്ലിങ്ങൾ എല്ലാ പള്ളികളും അത് ചർച്ച ചെയ്യണം. എന്താണത് കാരണം? അല്ലെങ്കിൽ ഈ പള്ളികളൊക്കെ പൊളിച്ച് കളയണം. അതിന് നിങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞൊന്നും കാര്യമില്ല. നിങ്ങൾ തനിയെ ചെയ്തിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങളാണത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ മരുന്നിൻ്റെ അടുത്താണ് എൻ്റെ അടുത്ത് വന്നിട്ട് വില പേശാൻ, ഭീഷണിപ്പെടുത്താൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്വരചേർച്ച ഉണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് നിങ്ങൾക്കൊരു ഉദാഹരണം ഉണ്ടാക്കി തരാൻ. വളരെ ചുരുങ്ങിയൊരു ഉദാഹരണം. നിങ്ങളൊരു 100 ചെമ്പ് ബിരിയാണി വെച്ചിട്ട് കൂട്ടി വെച്ചെന്ന് വെച്ചോളൂ. അതിൻ്റെ മുകളിൽ ഈ വിരലുമ്മ ഒറ്റാവുന്ന ഒരു തുള്ളി മണ്ണെണ്ണ അത് കേടെടുത്താൻ പറ്റും. അതെൻ്റെ കയ്യിലുണ്ടേ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഉച്ചയ്ക്ക് നല്ല വെയിലുള്ള സമയത്ത് ഉച്ചയ്ക്ക് 12 മണി 2 മണിയുടെ ഉള്ളിൽ 10 മിനിറ്റ് കൊണ്ട് ഈ ലോകം നശിപ്പിക്കാൻ കഴിയും. മനസ്സിലായില്ലേ? ഇതൊരു വാക്കാണ്, വെറുതെ പറഞ്ഞൊന്നുമല്ല. ഓരോരുത്തരുടെ ഓരോ ബുദ്ധി കൊടുക്കുന്ന പടച്ചറമ്പാണ്, ഞാനല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ്. വിമാനത്തിനിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിരുന്നു, പൈലറ്റ് മറിഞ്ഞു വീണ് മരിച്ചു. ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസ്സിലെ ഡ്രൈവർ കുഴഞ്ഞു വീണ് മരിച്ചു. അതുപോലെ മറ്റേ പ്രൈവറ്റ് ലോറിയിൽ പോയിക്കൊണ്ടിരിക്കണവന് ലോറി അത് കൊണ്ടുപോയി ഇടിച്ചും മറിഞ്ഞ് ഈ ആൾ മരിച്ചതാണ്, അറ്റാക്ക് വന്നതാണ്. ഇതില്ലാതിരിക്കാനുള്ള ഒരു പണി ആണ് ഞാൻ പറയുന്നത്. മലബന്ധം തടസ്സം, ഈ അറ്റാക്ക് 2 കാര്യത്തിനാണ് വരുന്നത്. ഞാൻ പച്ചില മരുന്ന്, മുഹമ്മദ് ബദീർ, പട്ടാമ്പി, കൊടുന്നൂർ, പിള്ളേരെ. അപ്പോൾ നോക്കണം, ഇവിടുത്തെ പഞ്ചായത്തിലെ കേരളത്തിലുള്ള എല്ലാ റവന്യൂ ഉദ്യോഗസ്ഥരെയും തല ശരിക്കും പറഞ്ഞാൽ തലച്ചോറൊന്നും എടുത്ത് കൊണ്ടുപോയിട്ട് കടലിൽ കൊണ്ടുപോയി കഴുകിയിട്ട് ചെയ്യണം. അതിന് പകരം നശിപ്പിക്കാല്ലാണ്ട് മറ്റു വഴികളില്ല. അതിൻ്റെ കുറവാണ് കാണുന്നത്.
മുഴുവൻ പഞ്ചായത്തിലെ മുഴുവൻ റവന്യൂ ഉദ്യോഗസ്ഥരെയും. അതിൽ ആളുതരൊന്നും ഞാൻ നോക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇതിൻ്റെ കുറച്ച് എതിരെ നിൽക്കുന്ന കുറച്ച് ബി ജെ പിക്കാരുണ്ട് എതിരെ നിൽക്കുന്നത്. അവർ എതിരെ നിൽക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ നടത്തണം എന്നുണ്ട്. ബസ് റൂട്ടായാലും അത് നമ്മളെ മറ്റുള്ള കാര്യങ്ങളായാലും അതിൽ ഒന്ന് കയറി ഇടപെട്ടിട്ട് അല്ലെങ്കിൽ നമ്മളതിൻ്റെ മാതിരി ഒന്ന് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്ന ഒട്ടനവധി ആളുകളുണ്ട്. പക്ഷേ അവരൊക്കെ ഇവർ ഈ ചാണകം തേച്ചിട്ട് നിങ്ങൾ ഈ ബി ജെ പിക്കാർ ചാണകം എന്ന് പറയുന്നുള്ളൂ, ആ ചാണകം തേച്ചിട്ട് ഈ നിരപരാധിയുള്ള പരിധിക്ക് കയറി നിരവധി കേസുകൾ കാണാൻ സാധിക്കും. അപ്പോൾ അതൊന്ന് നിർത്താൻ വേണ്ടി ശ്രമിക്കുക. ഈ പണി നിങ്ങൾക്ക് വേറെയാണ്. അപ്പോൾ എൻ്റെ ഫയൽ മനസ്സിലായല്ലോ. ഇറാൻ്റെ പ്രസിഡൻറ്റ് കിട്ടിയാലും ഇറാൻ്റെ പ്രസിഡൻറ്റിൻ്റെ മുമ്പിൽ എല്ലാ രേഖ കയ്യിൽ കിട്ടിയാൽ അവരാദ്യം വന്നിട്ട് ഈ പാണക്കാട് തങ്ങളെ വെടിവെച്ച് കൊല്ലും. ഒരു സംശയം വേണ്ടായിരുന്നു. കാരണം ഇസ്ലാമിക നിയമം അതാണ്. ഇസ്ലാമിക നിയമം എനിക്കോ നിങ്ങൾക്കോ അനുകൂലിച്ച് നിൽക്കില്ല. മനസ്സിലായില്ലേ? പ്രകൃതി വിരുദ്ധം. മനസ്സിലായില്ലേ? പ്രകൃതി വിരുദ്ധത്തിൽ എത്ര തരമുണ്ടെന്ന് നിങ്ങൾ ആരെന്നോരോട് ചോദിച്ചു പോകുക. അതാണ് ഇവിടെ നടന്നുള്ളത്. അസ്സലാമു അലൈക്കും.